മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയുടെ ഛർദിയും തലവേദനയും അപ്പോൾ തന്നെ കരുണയെ വിവരം അറിയിക്കണം. അതാണ് കരുണ ദുർഗയോട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ദുർഗ മഹാലക്ഷ്മിയുടെ പിന്നെ തന്നെയാണ്. അതിനുശേഷം മഹാലക്ഷ്മി ഛർദ്ദിച്ചു പോകുമ്പോൾ, എന്താടി നിൻ്റെ ഇനി മേനക്കേട് മാറിയില്ലേ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ, തലചുറ്റലോ വേറെ വല്ല പ്രശ്നമുണ്ടോ, ഛർദി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്നെ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ശരിക്കും ബന്ധവും കൂടി ഇല്ലല്ലോ, ഇത് അങ്ങനെ സംശയിക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാലക്ഷ്മിയെ ഒരു വല്ലാത്ത തരത്തിലിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെ അവിടുത്തെ അച്ഛൻ പറയുന്ന പോലെ തന്നെ നിങ്ങളും പറയണ്ട, നിങ്ങൾ ആ തരത്തിലൊന്നും സംശയിക്കേണ്ട. എൻ്റെ വയറിനൊരു ദഹനക്കുറവുണ്ട്, അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അതിൽ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി പോവുകയാണ് കേട്ടോ. മഹാലക്ഷ്മി പോയതും ദുർഗ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം, നിൻ്റെ വയറല്ലടി സ്തംഭിച്ചിരിക്കണം, നിൻ്റെ ഹൃദയം കൂടി സ്തംഭിക്കും, അത് ഉറപ്പായ കാര്യമാണ്, അത് കണ്ടിട്ട് വേണം എനിക്ക് എൻ്റെ മോളോട് വിളിച്ച് പറയാനേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഉണ്ണിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫോൺ വരികയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നീ ആശുപത്രിയിലേക്ക് വരണം എന്ന് പറയുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ കരുണയ്ക്ക് ഭയങ്കര ഛർദിയാണ്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും. ഇവിടെ അതേപോലെ തന്നെയാണല്ലോ, ഛർദിയും തലവേദനയും വയറുവേദനയും ഒക്കെയാണ്, പിന്നെന്താണ് ചോദിക്കും. അതൊന്നും അല്ല മോനെ, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയൊപ്പിച്ചോ എന്നിങ്ങനെ ഉണ്ണി ചോദിക്കും. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നീ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് കാണുന്നത് നമുക്ക് നമ്മുടെ കരുണ ഭയങ്കരമായിട്ട് ഛർദിക്കുകയാണ് കേട്ടോ. ഛർദ്ദിച്ചിട്ട് എന്താ പറ്റി മോളെ, എന്താ പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. തണുത്തുറഞ്ഞ പായസം കുടിച്ചിട്ട് ഇങ്ങനെ ആവുമോ? അതേപോലെ തന്നെ മോഹിനി ഇവരുടെ അടുത്തേക്ക് വരാനേ വിടുന്നില്ല. കാരണം ഇവർക്ക് സംസാരിക്കണമല്ലോ, മറ്റേ മരുന്നിൻ്റെ കാര്യം, എന്താടാ ആ മരുന്ന് മറ്റേ മോള് മാറി കുടിച്ചോ എന്നെല്ലാം അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം കരുണ അങ്ങനെ ഛർദ്ദിച്ചിട്ട് അവശ്യമാവുകയാണ് കേട്ടോ. ഛർദി വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിക്കണം. എന്താ പറ്റി മോളെ, എന്താണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല മുത്തശ്ശി, എനിക്ക് പുറത്ത് ഒന്നും അറിയണില്ല, എൻ്റെ തലയ്ക്കൊക്കെ എന്തൊക്കെയോ പെരുപ്പ്, എനിക്ക് ആ സകലം വേദനയും ഭയങ്കര വൊമിറ്റിങ്ങുമാണ്, എനിക്ക് വയറിനൊക്കെ കൊളുത്തി പിടിക്കണ പോലെ ഉണ്ട് എന്നെല്ലാം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശി പറയും, എടാ ആ വൈദ്യരെ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് വരണം, ഇതിനൊരു മറിമരുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞിനി, നമ്മുടെ കൊച്ചുമറ്റേ മാറി കുടിച്ചോ, ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപം പറയുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് നിങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ അവളുടെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ടല്ലോ, അത് ആദ്യം ആലോചിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പിന്നീട് മോഹിനി ഇങ്ങനെ വന്നിട്ട് പറയണം, നിങ്ങൾ എന്താ അങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കണം, അവളുടെ വയറ്റിനകത്തൊരു കുഞ്ഞില്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം പ്രതാപം മോഹിനിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഒരു പിറന്നാളും നിൻ്റെ ഒരു സദ്യയും അത് കാരണമാണ് പിള്ളേരിങ്ങനെ ആയത് എന്നിങ്ങനെ പറയും. ഇതേപോലെ തന്നെയാണ് മഹാലക്ഷ്മിക്കും, അത് കുഴപ്പമില്ല, ശരിയായിക്കോളും എന്നിങ്ങനെ പറയണം. പിന്നീട് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. കരയേണ്ട മോളെ പറഞ്ഞ് മുത്തശ്ശിയും പ്രതാപനും എല്ലാം കൂടി കൊണ്ടുപോകണം. പെട്ടെന്ന് തന്നെ അവർ ICUയിലേക്ക് കരുണയെ കിടത്തുകയാണ് കേട്ടോ. കരുണയ്ക്ക് ആകെ പേടിയാകണം. അതേസമയം ഉണ്ണി ഓടി എത്തുന്നുണ്ട്, എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല മോനെ, എന്താ പറ്റിയെന്ന് അറിയില്ല എന്നിങ്ങനെ പറഞ്ഞ് അവർ വിഷമത്തോട് കൂടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, ആ നടുക്കുന്ന വാർത്ത പറയുകയാണ് പ്രതാപൻ്റെ അടുത്ത്, കരുണമോളുടെ കാര്യം പറയാറായിട്ടില്ല, പക്ഷേ ആ കുഞ്ഞ് എന്നേക്കുമായിട്ട് നഷ്ടമായി എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ പ്രതാപനും ഉണ്ണിക്കും മുത്തശ്ശിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം മഹാലക്ഷ്മിക്ക് വെച്ച കുഴിയാണ്, ആ കുഴിയിൽ കരുണമോള് തന്നെ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവരങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂട്ടി നിൽക്കുകയാണ്.